ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ശ്രേഷ്ഠതമമായ കർമ്മത്തെക്കുറിച്ച് പ്രാരംഭം കുറിക്കുകയുണ്ടായി. അപ്പം ശ്രേഷ്ഠതമമായ കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തി ശ്രേഷ്ഠനായിത്തീരും, അത് ഉറപ്പ് തന്നെയാണ്. ഇവിടെ പറയുകയാണ്, യജ്ഞോ വൈ ശ്രേഷ്ഠതമ കർമ്മ. ശ്രേഷ്ഠതമമായ കർമ്മം യജ്ഞം തന്നെയാകും. എന്തായാലും കർമ്മം ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. ആ കർമ്മം ഏത് ഭാവനയോടുകൂടി ചെയ്യണം? യജ്ഞഭാവനയോടുകൂടി ചെയ്യണം. യജ്ഞം എന്നുള്ള പദത്തിൻ്റെ ധാതു യജ് ധാതുവാണ്. യജ് ധാതുവിൻ്റെ അർത്ഥം ദേവപൂജനം, സംഗതീകരണം, ദാനേഷു. ഒന്നുകൂടെ പറയാം, ദേവപൂജനം, സംഗതീകരണം, ദാനേഷു. ഈ മൂന്ന് കാര്യങ്ങൾ ചേരുമ്പോൾ അത് യജ്ഞമാകുന്നു. ഇവിടെ ദാനത്തിന് 3 ഭാഗങ്ങളുണ്ട്. ആ 3 ഭാഗം ശ്രദ്ധിക്കുന്നതിന് മുമ്പായിട്ട് ദാനം ചെയ്യുന്നവനും ദാനം സ്വീകരിക്കുന്നവനുമുണ്ട്. ഇപ്പം ദാനം ചെയ്യുക എന്നൊരു ക്രിയ, അത് മേടിക്കുന്ന ആൾ ആദാനം ചെയ്യുന്നു എന്നാണ് പറയുക. ആ ദാനത്തിന് സ്വീകരിക്കുന്നതാണ് ആദാനം. ആ സ്വീകരിച്ച ദാനം അതിനെ വർദ്ധിത തോതിൽ, അതായത് 100 തരത്തിൽ, 100 കണക്കിന്, അതായത് ശതഗുണീഭവിച്ച് പിന്നെ അത് 1000 മടങ്ങായി നൽകപ്പെടേണ്ടതാണ്. അതിന് ഇങ്ങനെ പറയുന്നു, ശതഹസ്തേന സമാഹര സഹസ്രഹസ്തേന സംഗീര. 100 കൈകളെ കൊണ്ട് സമാഹരിക്കണം, 1000 കൈകളെ കൊണ്ട് വിതരണം ചെയ്യണം. ഒരു ആദാനം ചെയ്ത വസ്തു അതിനെ 10 മടങ്ങായിട്ട് വർദ്ധിത തോതിൽ അതിനെ സാക്ഷാത്കരിച്ച ശേഷം അതെന്ത് ചെയ്യണം? അത് ലോകത്തിന് 1000 മടങ്ങായി നൽകണം. ഇവിടെയാണ് ദാനത്തിൻ്റെ പ്രസക്തി. അപ്പോൾ ഇവിടെ ഒന്നുകൂടെ കൂടി ശ്രദ്ധിക്കണം. അദനവും ആദാനവും ദാനവും 3 പ്രക്രിയകൾ ദാനത്തിലുണ്ട്. അതിനെ വേണ്ടും വേണം മനസ്സിലാക്കണം. ഉദാഹരണത്തിന്, ഒരാൾക്ക് ഒരു 10 വെണ്ടക്കുരു കൊടുത്തു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ വെണ്ടക്കുരു സ്വീകരിക്കുന്നത് ആദാനവും, അത് ഭൂമിയിൽ കുഴിച്ചിട്ട് 10 മടങ്ങായി വർദ്ധിപ്പിക്കുന്നത് അദനവും, അതിൽ നിന്ന് കിട്ടിയ അനേകം വെണ്ടക്കായ്കൾ അത് അനേകം പേർക്ക് നൽകുന്നത് ദാനവുമായിട്ട് മാറും. ഇവിടെ ഒന്നും കൂടി ഇത് പ്രസക്തമായൊരു ഭാഗം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ ഒന്നുകൂടെ നിർത്തുകയാണ്. ദാനം ചെയ്യുന്നവൻ ദേവനാണ്. ദേവോ ദാനാത് എന്നൊരു പ്രമാണം കൂടി ഇവിടെയുണ്ട്. നമുക്ക് കാണാം, അടുത്ത വീഡിയോയിൽ കാണാം. ഹരി ഓം.